സൈറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന വിൻഡോ ആണിത്. നമ്മുടെ $5140 നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അക്കൗണ്ടാണ്. ഡെപ്പോസിറ്റ് നൗ എന്ന് താഴെ കാണുന്ന ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡെപ്പോസിറ്റിലേക്ക് പോകാൻ പറ്റും. ഡെപ്പോസിറ്റിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ USDTയുടെ 4 നെറ്റ്വർക്കുകളിലൂടെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. TRC20 ഉണ്ട്, ERC20 ഉണ്ട്, BP20 ഉണ്ട്, ERC20 ഉണ്ട്. നമ്മൾ സാധാരണയായി ഇപ്പോൾ ചെയ്യാറുള്ളത് BP20യിലാണ്. കാരണം ട്രാൻസാക്ഷൻ ഫീസ് ഇല്ല എന്നുള്ളതുകൊണ്ട് അതാണ് എല്ലാവരും യൂസ് ചെയ്യാറുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള USDT ഏത് നെറ്റ്വർക്കിലുള്ളതാണോ അതിനനുസരിച്ച് വേണം ഇത് സെലക്ട് ചെയ്യാൻ. ഇങ്ങനെ നമുക്കിവിടെ BP20യിൽ ഞാൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ വാലറ്റിൻ്റെ ടൈപ്പ് BP എന്നുള്ളതും വാലറ്റ് അഡ്രസ്സും ഇവിടെ ഇങ്ങനെ കാണും. ഇത് നമ്മൾ TRCയിലേക്ക് മാറ്റുമ്പം അവിടെ മാറുന്നത് നമുക്ക് കാണാൻ പറ്റും. കേട്ടോ, വാലറ്റ് ടൈപ്പ് എന്നുള്ളതും വാലറ്റ് അഡ്രസ്സും മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ നെറ്റ്വർക്ക് സെലക്ട് ചെയ്തിട്ട് അയക്കുന്നത് സെയിം ടു സെയിം ആയിരിക്കണം. ഇപ്പോൾ TRC20 സെലക്ട് ചെയ്തിട്ട് അയക്കുന്നത് TRC20യിലുള്ള USDT തന്നെ ആയിരിക്കണം. BP20യിലുള്ളത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ അയക്കുന്നതും BP20യിലുള്ളത് തന്നെ ആയിരിക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഫണ്ട് നഷ്ടപ്പെടാതിരിക്കാൻ എല്ലാവരും ഈ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ നമുക്കിത് കോപ്പി ചെയ്യാൻ പറ്റും. ഈ വാലറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ കയ്യിലുള്ള USDT എവിടെയാണോ ഉള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ട് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് പോകാൻ പറ്റും. അയച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമ്മൾ എത്രയാണോ എമൗണ്ട് അയച്ചത് ആ എമൗണ്ട് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ 500 അയച്ചതെങ്കിൽ 500 ടൈപ്പ് ചെയ്യാം. ഇവിടെ ട്രേഡ് അക്കൗണ്ട് എന്നുള്ളത് നമ്മുടെ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് ഉണ്ടാവുമല്ലോ, അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ ചൂസ് ഫയൽ എന്നുള്ള കൊടുത്ത് ഒരു USDT സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെൻഡ് ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു 1-2 മണിക്കൂറിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിൽ ആ ഫണ്ട് ക്രെഡിറ്റ് ആകുന്നതാണ്.